മറ്റൊരു നടനും കീഴടക്കാൻ കഴിയാത്ത ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ് മലയാളത്തിന്റെ ബേസിൽ ജോസഫ് എന്ന നടൻ. സംവിധായകനായി എത്തി പിന്നീട് നടനായപ്പോഴും തുടർച്ചയായ ഹിറ്റുകൾ സമ്മാനിച്ച താരം. വിജയത്തിന്റെ ചവിട്ടുപടികളിലേക്ക് കുതിച്ചു കയറിയ കരിയർ ഗ്രാഫാണ് ബേസിലിന്റേത്. പിന്നീട് അജു വർഗീസ്, വിനീത് ശ്രീനിവാസൻ എന്നിവർക്കൊപ്പം സിനിമാ ഇൻഡസ്ട്രിയിലേക്ക് കടന്നുവരികയും കുഞ്ഞിരാമായണം, ഗോദ, മിന്നൽ മുരളി എന്നീ പടങ്ങൾ ചെയ്യുകയും അത് വൻ ഹിറ്റാവുകയും ചെയ്തു. അതും ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ചതോടെ കുഞ്ഞൻ മുയൽ ഹാട്രിക് അടിച്ചു. അതിനിടയ്ക്കാണ് നേരം പോക്കിനായി ചെറുവേഷങ്ങൾ അഭിനയിച്ചു തുടങ്ങിയത്. ദിലീഷ് പോത്തന്റെ ജോജിയിലെ പുരോഹിത വേഷം കയറി കലക്കി. അന്നുവരെ നാം കണ്ടു പരിചയിച്ച പള്ളിയിലച്ചന്മാരിൽ നിന്ന് വേറിട്ട കഥാപാത്ര വ്യാഖ്യാനമായിരുന്നു ബേസിലിന്റേത്. പിന്നീട് ജനേമൻ, പാൽതു ജാൻവർ, ജയ ജയ ഹേ, ഫാലിമി, ഗുരുവായൂർ അമ്പലനടയിൽ എല്ലാം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിരുന്നു. ഈ ഹിറ്റ് ജീവിതത്തിന് ഇടയിലും പ്രേക്ഷകരെയും സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഒക്കെ ഒരുപോലെ സ്നേഹിച്ചു കൊണ്ടു നടക്കാനും ബേസിൽ ആത്മാർത്ഥമായി ശ്രമിച്ചിരുന്നു. ബേസിൽ മറ്റൊരു ട്രേഡ് മാർക്കാണ് ട്രെയിൻ പോലെ നീളമുള്ള ചിരി. സത്യത്തിൽ അതും സൂപ്പർ ഹിറ്റാണ്. അഭിനയം ഒരു കാലത്തും ബേസിലിന്റെ പാഷൻ അല്ലായിരുന്നു. സംവിധായകനാകാൻ മോഹിച്ച ഒന്നാം തരം ജോലി പോലും വലിച്ചെറിഞ്ഞ ധീരശൂര പരാക്രമിയാണ് ബേസിൽ ജോസഫ് എന്ന നടനും സംവിധായകനും. എന്നാൽ നിന്നെ പരിപ്പെടുത്തിയിട്ടേ ഞങ്ങൾ വിടൂ എന്ന മട്ടിൽ തിരക്കഥകളും ക്യാമറയുമായി ഇടം വലം തിരിയാൻ സമ്മതിക്കാതെ ക്യൂ നിൽക്കുകയാണ് സംവിധായകരും നിർമ്മാതാക്കളും ഇപ്പോൾ. എങ്കിൽ പിന്നെ സംവിധാനത്തിന് അവധി കൊടുക്കാമെന്നോണം നായക ലോകത്തേക്ക് മാറിയിരിക്കുകയാണ് ഇപ്പോൾ ബേസിൽ ജോസഫ്. എന്നിരുന്നാലും തിരിച്ചറിവ്, വിവേചന ബുദ്ധി എന്നൊക്കെ പറയാവുന്ന ഒരു സംഗതിയുടെ മാത്രം പിൻബലത്തിൽ മലയാള സിനിമയെ കൈപ്പിടിയിൽ ഒതുക്കുമ്പോൾ പ്രേക്ഷകരും ആഹ്ലാദത്തിലാണ്. ഉയർന്ന ടിക്കറ്റ് ചാർജും വിലപ്പെട്ട സമയവും നൽകി തിയേറ്ററിലെത്തുന്ന പ്രേക്ഷകരെ കുറഞ്ഞ പക്ഷം ബോറടിപ്പിക്കാതിരിക്കാനുള്ള സാമാന്യ മര്യാദ കാണിക്കുന്ന ഒരു താരത്തിന് അവർ കൈയടിക്കുന്നതിൽ എന്താണല്ലേ തെറ്റ്? മികച്ച ഇനീഷ്യലും വമ്പൻ ടോട്ടൽ ഷെയറും കൊണ്ടുവരാൻ കെൽപ്പുള്ള അഭിനയിക്കുന്ന പടങ്ങൾ ഒന്നൊന്നായി വിജയിപ്പിക്കുന്ന ഒരു നടനെ സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കാമെങ്കിൽ സംശയിക്കേണ്ടതില്ലല്ലോ വയനാട്ടുകാരൻ ബേസിൽ ജോസഫും ഒരു ലിറ്റർ സൂപ്പർ സ്റ്റാർ തന്നെ. നാളെ അത് ഇമ്മിണി വലിയ സൂപ്പർ സ്റ്റാർ ആയാലും ഞെട്ടാനൊന്നും സ്കോപ്പില്ല. ചെക്കൻ തലയിൽ കുറച്ച ആൾതാമസമുള്ള ടീമാണ്.